ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളി ഫിഷിൻ്റെ കെയറിങ് കാര്യങ്ങളൊക്കെ പറ്റിയാണ്. അതായത് അവയുടെ കുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെ മുഴുവനായിട്ട് സേവ് ചെയ്തെടുക്കാം, അവയുടെ ബ്രീഡിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതുപോലെ തന്നെ അവയ്ക്ക് കൊടുക്കേണ്ട ഫീഡും കാര്യങ്ങളൊക്കെ എത്ര നേരം കൊടുക്കണം, എങ്ങനെയാണ് കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ നമ്മളെടുത്ത പുതിയൊരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മോളി ഫിഷിനെ പറ്റി പറയുമ്പോൾ ഇവ ഒരുമാതിരിപ്പെട്ടവരെല്ലാം തന്നെ വീട്ടിൽ വാങ്ങി വളർത്തുന്ന ഒരു ഫിഷാണ്. അതുപോലെ തന്നെ ഇവയെ അക്വേറിയം ഷോപ്പുകളിലെല്ലാം തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ വിലയും തീരെ കുറവുള്ളൊരു മത്സ്യമാണ്. പക്ഷേ ഈ വീട്ടുകളിൽ ഈ അക്വേറിയം ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങി വളർത്തുന്നവരുടെ മോളി ഫിഷ് പെട്ടെന്ന് തന്നെ ചത്തു പോകാറുണ്ട്. അതിന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഫിഷ് ചിലപ്പോൾ നമ്മൾ മെയിൽ ആൻഡ് ഫീമെയിലൊക്കെ കറക്റ്റായിട്ടല്ല നോക്കി വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കുഞ്ഞ് ബൗളിലോ വല്ലതുമാണ് ഇവയെ കൊണ്ടിടുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഒരു 4 മെയിലിനെ ആയിരിക്കും ഒരുമിച്ച് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അവ തമ്മിൽ അറ്റാക്ക് ചെയ്ത് ചത്തുവാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 3 മെയിലും ഒരു ഫീമെയിലും ആണെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവയെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഒരു മെയിലിന് 2 ഫീമെയിൽ എന്ന കണക്ക് വേണം നോക്കി വാങ്ങാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അവരുടെ ടാങ്കിനകത്ത് പലതരത്തിലുള്ള മീനുകളൊക്കെ മാറി മാറി വരുന്ന വെള്ളത്തിലായിരിക്കും അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഈ മോളി ഫിഷിനെ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ ബ്ലാക്ക് മോളിയാണെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ആക്റ്റീവായിട്ടുള്ള ഫിഷാണോ നോക്കി വേണം വാങ്ങാനായിട്ട്. ഇപ്പോൾ അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ദേഹത്ത് ചെറിയ വൈറ്റ് സ്പോട്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ നോക്കി വേണം വാങ്ങാനായിട്ട്. അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന ശേഷം നമ്മുടെ ടാങ്കിലായിട്ട് ഈ കവർ ഇറക്കി വെച്ച് അതിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ മോളി ഫിഷിനെ ഇറക്കി വിടാവൂ. അതുപോലെ തന്നെ ഈ മോളി ഫിഷിനെ നമ്മൾ അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന ആ കവറിലെ വെള്ളം നമ്മുടെ ടാങ്കിലേക്ക് ഒഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവരുടെ അടുത്ത് പലതരത്തിലുള്ള മീനും കാര്യങ്ങളൊക്കെ മാറി മാറി വരുന്ന വെള്ളം ആയതുകൊണ്ട് തന്നെ ആ വെള്ളം നമ്മുടെ ടാങ്കിൽ ഒഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വെള്ളത്തിന് പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മീൻ പെട്ടെന്ന് ചത്തുവാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇവയുടെ തന്നെ ടാങ്കും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവ എപ്പോഴും നമ്മൾ നല്ല സിമെൻറ്റ് ടാങ്കിലും അതുപോലെ തന്നെ ഫ്രിഡ്ജ് ബോക്സ് അതുപോലത്തെ എന്തെങ്കിലും വലുപ്പമുള്ള ടാങ്കിലിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഇവയുടെ ടാങ്കിൽ കുറച്ച് ലൈവ് പ്ലാന്റ്സ്, വായിൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ ഇവയെ അക്വേറിയത്തിലൊക്കെ ഇടുന്നെന്നുണ്ടെങ്കിൽ ഇവയ്ക്ക് അതിനകത്തൊരു ലൈറ്റ് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ അക്വേറിയത്തിൽ ഇടുമ്പോൾ ഇവയുടെ എയറേഷനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. എപ്പോഴും ഇവയ്ക്ക് നല്ല രീതിയിലുള്ള ഓക്സിജൻ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അല്ലാത്ത പക്ഷം നമ്മൾ ഒരു എയർ പമ്പ് വാങ്ങി ടാങ്കിൽ വെക്കുന്നത് വളരെയധികം നന്നാവും. പിന്നെ ഇവയെ നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്ന ടാങ്ക് ഇടാതിരിക്കുകയാണ് നല്ലത്. അതായത് നമ്മളിപ്പോൾ വലിയൊരു ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സൂര്യപ്രകാശം അടിച്ചാലും കുഴപ്പമില്ല. അല്ലാതെ ഇപ്പോൾ ചെറിയൊരു ടാങ്കിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് നേരത്തെ സൂര്യപ്രകാശം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിന് വ്യത്യാസം വന്ന് ഇവയൊക്കെ ചത്തുവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളിവയെ കൊണ്ടുവന്ന് വേറെ ഗോൾഡൻ ഫിഷ് അതുപോലത്തെ മീനിനെയൊക്കെ കമ്മ്യൂണിറ്റി ടാങ്കിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇവയുടെ മെയിലിനെ നോക്കി വേണം ഇടാനായിട്ട്. ഒരു മെയിലിന് 2 ഫീമെയിൽ എന്ന കണക്കിനാണെന്ന് ഇടാനായിട്ട്. ഒത്തിരി മെയിലിനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ മറ്റുള്ള ഫിഷുമസുമായിട്ടൊക്കെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഇവയുടെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തൊട്ട് പറയുന്നുണ്ടല്ലോ, ഒരു മെയിലിന് 2 ഫീമെയിൽ എന്ന റേഷ്യോ വേണം ഇടാനായിട്ട്. ഇങ്ങനെ ഇടുന്നതിലൂടെ തന്നെ എപ്പോഴും മെയിൽ ഫീമെയിൽ ഫിഷിനെ ചേസ് ചെയ്യുമ്പോൾ 2 ഫീമെയിൽ ഉള്ളതുകൊണ്ട് ഫീമെയിൽ സ്ട്രെസ് കാരണം പെട്ടെന്ന് ചത്തുപോകത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ പെട്ടെന്ന് ബ്രീഡാകുന്നതുമാണ്. അതുപോലെ തന്നെ ഇവയ്ക്ക് ബ്രീഡാകുമ്പോൾ ധാരാളം 2 ഫീമെയിൽ ഇടുന്നതുകൊണ്ട് ധാരാളം കുഞ്ഞുങ്ങളെയും കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ബ്രീഡിങ്ങിന് ഇടാനായിട്ട് പരമാവധി ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവയുടെ ഫീമെയിൽ ബ്രീഡാവാറായെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബ്രീഡിംഗ് ബോക്സിലോട്ട് മാറ്റിയിടുന്നത് വളരെയധികം നന്നാവും. ഇതിപ്പം ബ്രീഡിംഗ് ബോക്സ് ഇല്ലാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബക്കറ്റോ വല്ലതും എടുത്ത് അതിനകത്ത് കുറച്ച് എന്തെങ്കിലും പ്ലാസ്റ്റിക് ചെടിയോ അതുപോലെ തന്നെ ലൈവ് പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇവ ബ്രീഡായി കഴിഞ്ഞാൽ ഇവയുടെ തന്നെ കുഞ്ഞുങ്ങളെ തിന്നാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് മുഴുവൻ കുഞ്ഞുങ്ങളെ സേവ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവയുടെ ബ്രീഡിങ്ങിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പറയാൻ മറന്നുപോയി. ഇവയെ ബ്രീഡിങ്ങിന് ഇടുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല പേരിനെ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. നല്ല പേരിനെ തിരഞ്ഞെടുത്ത്, അതായത് നമ്മളിപ്പോൾ അക്വേറിയം കടയിൽ നിന്ന് പുതിയ മോളി ഫിഷിനെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ
നമ്മളതിനെ കുറച്ച് നാൾ വീട്ടിൽ വളർത്തി, ഏകദേശം ഒരു 1-2 മാസത്തേന് വീട്ടിൽ വളർത്തി, അതിന് പ്രത്യേകിച്ച് കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല എന്ന് കണ്ട് നല്ല ഹെൽത്തി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് ശ്രമിക്കാവൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒത്തിരി പേര് പറയാറുണ്ട്, പലരുടെയും മോളി ഫിഷ് പുതിയതായിട്ട് വരുന്നതൊക്കെ ബ്രീഡാകുന്നുണ്ട്, പക്ഷേ കുഞ്ഞുങ്ങളെല്ലാം ചത്തു പോകുന്നുണ്ട്. അപ്പോൾ അതിന് കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള മോളി ഫിഷിനെ അല്ല ബ്രീഡിങ്ങിന് ഇടുന്നത്. അതുകൊണ്ടാണ് നമ്മളപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഒരു അക്വേറിയം ഷോപ്പിൽ നിന്ന് ഒരു മോളി ഫിഷിനെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം ഒരു 1-2 ആഴ്ച നമ്മൾ വളർത്തുമ്പോഴേ അറിയാൻ എന്തെങ്കിലും തീരെ ആക്റ്റീവ് അല്ലാതെ വരിക, അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖം പോലെ ചേർത്ത് വെള്ള കുത്തുതൊക്കെ വരിക, അതുപോലെ എന്തെങ്കിലും തീരെ ആക്റ്റീവ് അല്ലാതെ വരുമ്പോൾ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ നല്ല രീതിയിൽ കെയർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് ശേഷമാണ് ബ്രീഡിങ്ങിന് ഇടേണ്ടത്. അല്ലാതെ ഡയറക്റ്റായിട്ട് ബ്രീഡിങ്ങിന് ഇടുന്നതുകൊണ്ട് അതിന് തീരെ ഹെൽത്ത് ഇല്ലാത്തതുകൊണ്ടാണ് അത് ബ്രീഡാകുമ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും തീരെ ഹെൽത്ത് ഇല്ലാതെ വരുന്നത്. സോ ഈ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവയെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബ്രീഡിങ്ങിന് മുമ്പ് 2 ആഴ്ചത്തേന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാതെ. അപ്പോൾ നമ്മളിതുപോലെ അസുഖങ്ങളൊക്കെ ഇതിന് സാധാരണയായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവയുടെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറുന്നതാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുതിയൊരു മീനെ വാങ്ങിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം കുറച്ച് സമയത്തേന് മെഥലിൻ ബ്ലൂ ഇല്ലേ, കടയിൽ കിട്ടുന്ന മെഥലിൻ ബ്ലൂവിനകത്തും അതുപോലെ തന്നെ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ട് കുറച്ച് സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങളും ബാക്ടീരിയ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവയൊക്കെ നശിച്ചു പോകുന്നതാണ്. സോ അങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫിഷിനെ കിട്ടുന്നതാണ്. സോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇവയുടെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവ പൊതുവേ എല്ലാ ഫുഡും തന്നെ ഫീഡ് എടുക്കുന്നതാണ്. നോർമൽ പെല്ലറ്റ് ഫുഡ് ആണെങ്കിലും എല്ലാം തന്നെ എടുക്കുന്നതാണ്. പക്ഷേ നോർമൽ പെല്ലറ്റ് ഫുഡ് മാത്രമാണ് നമ്മൾ ഫീഡ് എപ്പോഴും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു തീരെ അത്ര ഹെൽത്തി ആയിട്ട് വരത്തില്ല ബ്രീഡിങ്ങിനൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിലും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവയെ ബ്രീഡിങ്ങിന് ഇടുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് നല്ല രീതിയിൽ ലൈഫ് ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ ലൈഫ് ഫുഡൊക്കെ കൊടുത്ത് മാത്രമേ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇവയെ ബ്രീഡിങ്ങിന് ഇടുമ്പോൾ മാക്സിമം ലൈഫ് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ബ്രീഡിങ്ങിന് ഇടാനായിട്ട് ശ്രമിക്കുക. അതായത് ഏകദേശം ഒരാഴ്ചത്തേന് ബ്രീഡിങ്ങിന് ഇടുന്നതിന് ഒരാഴ്ച മുമ്പ് നമ്മൾ ലൈഫ് ഫുഡ് കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ഇവയെ ബ്രീഡിങ്ങിന് ഇടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ലൈഫ് ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക. വാട്ടർ ചേഞ്ചിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവയിപ്പോൾ നമ്മൾ സിമെൻറ്റ് കുളത്തിലൊക്കെയാണ്, അത്യാവശ്യം നല്ല വലുപ്പമുള്ള സിമെൻറ്റ് കുളത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം വരെ നമുക്ക് നല്ല പായലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വെള്ളമാണെന്നുണ്ടെങ്കിൽ വെള്ളം മാറ്റിയില്ലെങ്കിലും പ്രശ്നം വരുന്നില്ല. അതേസമയം നമ്മളിപ്പോൾ അക്വേറിയം അതുപോലത്തെ ടാങ്കിലൊക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വാട്ടർ ക്വാളിറ്റി എപ്പോഴും ചെക്ക് ചെയ്തതിന് ശേഷം വെള്ളം മാറ്റേണ്ടതാണ്. നമ്മൾ കൊടുക്കുന്ന ഫീഡ് അതിനകത്ത് ആ വെള്ളത്തിൽ ചേർന്ന് ഒരു വെള്ളത്തെ കളറിലൊക്കെ വരികയാണ്, വല്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ വെള്ളം മാറ്റേണ്ടതായിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ മോളി ഫിഷിന് ചെറിയൊരു വാട്ടർ ചേഞ്ച് പോലും അതിന് പെട്ടെന്ന് അസുഖം പിടിച്ച് എത്തുവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ പെട്ടെന്ന് തന്നെ വെള്ളത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ മോളി ഫിഷിൻ്റെ ടാങ്കിലെ വെള്ളം മാറ്റേണ്ടതാണ്. ഫ്രിഡ്ജ് ബോക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3-6 മാസമൊക്കെ വെള്ളം മാറ്റിയാലും പ്രശ്നമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വെള്ളത്തിന് എന്തെങ്കിലും ചേഞ്ചുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ മോളി ഫിഷിൻ്റെ ടാങ്കിലെ വെള്ളം മാറ്റണം, അല്ലെങ്കിൽ ഇവ ചത്തുപോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇവ ബ്രീഡായി കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള മൊയ്ന അല്ലെ അർട്ടീമിയ പോലത്തെ ലൈഫ് ഫുഡൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. സോ അപ്പോൾ അതിന് അത്യാവശ്യം ലൈഫ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ ഇവയുടെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ വലുതാകുന്നതാണ്. അല്ലാതെ നമ്മൾ നോർമൽ പെല്ലറ്റ് ഫുഡ് പൊടിച്ചൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ഗ്രോത്തും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോളി ഫിഷിനെ നല്ല രീതിയിൽ കെയർ ചെയ്ത് വളർത്തിയെടുത്തുകൊണ്ട് വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്താണെങ്കിൽ ബെല്ലൈക്കണൂടെ അമർത്തുകയാണെങ്കിൽ നമ്മളിടുന്ന പുതിയ വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.